In this lecture, we will discuss about voltage divider biasing configuration. So, BJT biasing circuit most commonly used biasing configuration ആണ് voltage divided biasing configuration. So, ഇത് most commonly എന്ന് പറയാൻ കാരണം ഇത് thermally stable ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ബയാസിങ് സർക്യൂട്ട് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ക്യൂ പോയിൻ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അത് എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം, അനലൈസ് ചെയ്ത് നോക്കാം. ഈ ഒരു സർക്യൂട്ടിനെ വോൾട്ടേജ് ഡിവൈഡഡ് ബയാസിങ് സർക്യൂട്ട് എന്ന് പറയാനുള്ള റീസൺ R1 R2 are known as voltage divider resistors. So R1 and R2 are known as voltage divider resistors, and the bias voltage is provided by this R1 and R2 resistors. So bias voltage provide ചെയ്യുന്നത്, so bias voltage is provided by this voltage divider resistors. Hence this configuration is known as voltage divider biasing configuration. So നമുക്ക് ഇതിൻ്റെ അനാലിസിസിലേക്ക് പോവാം. അതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്, ദാറ്റ് ഈസ് IC VC ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഈ ഒരു സർക്യൂട്ട് കാണുക. ഇത് നമ്മുടെ അനലൈസ് ചെയ്യുന്നത് ഈ ഒരു നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ടിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട് വെച്ചിട്ടാണ്. സോ ഇതാണ് തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് VTH RTH ആൻഡ് ദ ലോഡ് റെസിസ്റ്റൻസ്. ഇതാണ് ഒരു തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് സർക്യൂട്ടിനെ നമ്മളൊരു തെവനിൻസ് ഇക്വലൻറ്റ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ VTH എന്ന് പറയുന്നത് അവിടുത്തെ തെവനിൻസ് വോൾട്ടേജ് ആണ്, RTH എന്ന് പറയുന്നത് തെവനിൻസ് ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ആണ്, RL എന്ന് പറയുന്നത് ആ ലോഡ് റെസിസ്റ്റൻസ് വാല്യൂ ആണ്. സോ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് ഈ ഒരു മോഡലിലേക്ക് നമ്മൾ ഈ ഒരു സർക്യൂട്ടിനെ കൊണ്ടുവരുമ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ടാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. സോ ഈ R1 R2 റെസിസ്റ്റേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ RTH എന്ന് പറയുന്ന ഇക്വലൻറ്റ് മോഡൽ. സോ ഇവിടെ നോക്കാം, ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ VTH ഉണ്ട്, RTH ഉണ്ട്, ലോഡ് റെസിസ്റ്റൻസ് ഇതാണ്. നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് RLന് പകരം ഞാനിവിടെ ലോഡായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത് ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിലെ ലോഡ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഇക്വലൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. ഈ ഇക്വലൻറ്റ് മോഡലിലേക്ക് നമ്മൾ അനലൈസ് ചെയ്ത് വരും. സോ നമുക്ക് വീണ്ടും നമ്മുടെ ബേസിക് സർക്യൂട്ടിലേക്ക് വരാം. ഈ ഒരു ബേസിക് സർക്യൂട്ട് നമ്മളതിൻ്റെ തെവനിൻസ് മോഡലിലേക്ക് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ VTH എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, RTH എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ VTHും RTHും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിൻ്റ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. സോ നമുക്കത് അനലൈസ് ചെയ്യാം. നമ്മുടെ തെവനിൻസ് ഇക്വലൻറ്റ് സർക്യൂട്ട് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ ഈ ഇൻപുട്ട് സൈഡ് ഈ ഒരു സർക്യൂട്ടിനെ ഒന്നും കൂടെ ഒന്ന് റീപ്ലേസ് ചെയ്ത് വരയ്ക്കുവാണ്. സോ നമ്മളുടെ ഈ VCC നമുക്കിങ്ങനെയും വരയ്ക്കാം. സോ VCC കാരണം സെയിം പോയിൻറ്റ്സ് ആണ്, രണ്ട് പോയിൻറ്റ്സും R1 കണക്ട് ചെയ്തേക്കുന്നത്, RC കണക്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് VCC ആൻഡ് ദിസ് ഈസ് ഓൾസോ VCC. നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇതിനെ നമുക്കൊരു വോൾട്ടേജ് സോഴ്സായിട്ട് തന്നെ നമുക്കിവിടെ കണക്ട് ചെയ്ത് കാണിക്കാം. സോ ദിസ് ഈസ് പ്ലസ് സൈഡ് മൈനസ്. സോ ഇതാണ് നമ്മുടെ VCC. സോ എനിക്ക് ഈ VCC ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഞാൻ ആ ഇൻപുട്ട് സൈഡ് ഞാൻ ഒന്നും കൂടെ ഒന്ന് റീഡ്രോ ചെയ്യുകയാണ്. ഇൻപുട്ട് സൈഡ് നമ്മൾ റീഡ്രോ ചെയ്യുമ്പോൾ you can see the voltage source plus minus, then it is connected, negative point is connected to ground, and then അത് കണക്ട് ചെയ്തേക്കുന്നത് R1ലേക്കാണ്. ദെൻ R1 R2 രണ്ട് പാരലൽ റെസിസ്റ്റേഴ്സ് ആണ്. സോ ഞാൻ അതിനെ ഇങ്ങനെ കണക്ട് ചെയ്യുവാണ്. R2 എന്ന് പറയുന്ന പോയിൻ്റ് ശരിക്കും അത് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. സോ വി ക്യാൻ കണക്ട് ലൈക്ക് ദിസ് R2 R1. ദെൻ R1ൽ നിന്നും R2 നിന്നും വരുന്ന ആ ഒരു പോയിൻ്റ് നമ്മുടെ ബേസിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. നമ്മൾ ഇൻപുട്ട് സൈഡ് മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ, അനലൈസ് ചെയ്യാൻ ഇൻപുട്ട് സൈഡ് മാത്രം മതി. സോ ഞാൻ ഈ ഒരു സെക്ഷൻ മാർക്ക് ചെയ്യുന്നില്ല, ഇവിടെ കളക്ടർ ഇങ്ങനെ പോവാണ്. സോ നമുക്ക് ആ ഇൻപുട്ട് സൈഡ് മാത്രം മതി. ദെൻ ദിസ് ഈസ് RE. Then
ഇത് വെച്ചിട്ട് നമ്മൾ ഇൻപുട്ട് സൈഡിൽ നമ്മൾ തെവെനിൻസ് വാല്യൂ, തെവെനിൻസ് കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. തെവെനിൻസ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം തെവെനിൻസ് തിയറം പറയുന്നത് തെവെനിൻസ് വോൾട്ടേജ് VTH ഈസ് ദ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അറ്റ് ടെർമിനൽസ് അറ്റ് A and B. സോ VTH തെവെനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അറ്റ് ടെർമിനൽസ് A and B. അതുപോലെ തന്നെ നമ്മൾ തെവെനിൻസ് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് RTH is the resistance seen at that point A and B with all voltage source replaced by short circuit and all current source replaced by open circuit. So ഈ ഒരു രീതിയിലാണ് നമ്മൾ RTH ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ റെസിസ്റ്റൻസ് RTH ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വോൾട്ടേജ് സോഴ്സ്, all voltage sources should be short circuited and all current sources should be open circuit. നമ്മളിവിടെ RTH ആണ് ആദ്യം ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. ഇൻപുട്ട് സൈഡിനെ ഞാൻ റീഡ്രോ ചെയ്തു. ആ റീഡ്രോ ചെയ്യുമ്പോൾ ഉള്ള ഫിഗറാണിത്. സോ ഇവിടെ ഇൻപുട്ട് സൈഡിൽ നമ്മൾ വോൾട്ടേജ് സോഴ്സിനെ RTH ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി വോൾട്ടേജ് സോഴ്സസിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. സോ ഇതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഫിഗർ നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. സോ ഈ പോയിന്റ് ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയാണ്. VCC ദാറ്റ് ഷുഡ് ബി ഷോർട്ട് സർക്യൂട്ടഡ്. ദെൻ ക്യാൻ സി R1 R2 ഇതും ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. സോ ഈ RTH എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ഉള്ള ആ ഒരു റെസിസ്റ്റൻസ് വാല്യൂ ആണ് ശരിക്കും RTH എന്ന് പറയുന്നത്. ഇവിടുന്ന് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ആണ്. പ്രൊവൈഡഡ് ദ വോൾട്ടേജ് സോഴ്സസ് ഷുഡ് ബി ഷോർട്ട് സർക്യൂട്ടഡ് and if current sources are present then it should be open circuited. Voltage sources should be short circuited. Then ഇവിടെ നിന്നാണ് നമ്മൾ ലുക്ക് ചെയ്യുന്നത്. സോ ആ ഒരു റെസിസ്റ്റൻസ്, ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് വാല്യൂ ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. സോ ഞാൻ ഈ ഒരു വാല്യൂ ആണ്, ഇവിടെ നിന്നുള്ള വാല്യൂ ആണ് നമ്മൾ RTH. ഇതാണ് ഞാൻ A and B എന്ന് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഈ പോയിന്റ് നമുക്ക് A and B എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദിസ് പോയിന്റ് ഷുഡ് ഈസ് ടേക്കൺ ആസ് A and B. സോ നമുക്കിവിടെ RTH നമ്മൾ നോക്കുമ്പോൾ what is the value of RTH? Looking this side, this one is R1 and this side is R2. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് RTHൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. RTH is equal to R1 parallel R2. So this is the value of RTH. സോ നമ്മൾ ഇൻപുട്ട് സൈഡ് എടുത്തു. ഇൻപുട്ട് സൈഡിൽ നമ്മൾ ആ ഒരു തെവെനിൻസ് കണ്ടീഷൻ അപ്ലൈ ചെയ്തു. VCC ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ RTH ഡിറ്റർമിൻ ചെയ്തു. RTH എന്ന് പറയുന്നത് ഈ രണ്ട് റെസിസ്റ്റൻസ് പാരലാണ്. സോ R1 പാരലൽ R2 ഇതായിരിക്കും നമ്മുടെ RTH വാല്യൂ. സിമിലർലി നമുക്ക് VTH ഒന്ന് കണ്ടുപിടിക്കാം. VTH കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ ഞാൻ പറഞ്ഞു. VTH എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അറ്റ് ടെർമിനൽസ് അറ്റ് A and B. A and B ടെർമിനൽസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. സോ നമുക്ക് ഈ രണ്ട് പോയിൻറ്റ്സ് ആണ്, ഈ രണ്ട് പോയിൻറ്റ്സ് ആണ് നമ്മുടെ ആ ടെർമിനൽസ് A and B എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്നുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഇതാണ് നമ്മുടെ ഇക്വലൻറ്റ് VTH വാല്യൂ എന്ന് പറയുന്നത്. സോ ഞാൻ ആ ഓപ്പൺ സർക്യൂട്ട് വാല്യൂ ഒന്ന് മെഷർ ചെയ്യുവാണ്. സോ ദിസ് ഈസ് RTH മെഷർ ചെയ്യാനുള്ള വാല്യൂ, ഇത് VTH മെഷർ ചെയ്യാനുള്ള സർക്യൂട്ട്. സോ ഇവിടെ നോക്കുക, ഇവിടെ VCC ഉണ്ട്, ദെൻ R1 ഉണ്ട്, R2 ഉണ്ട്, അത് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. ദെൻ ദിസ് സൈഡ് ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് ഉള്ള ഇവിടുത്തെ വാല്യൂ ആണ് നമുക്ക് മെഷർ ചെയ്യാനുള്ളത്, അതാണ് VTH. സോ ദിസ് ഈസ് ഓപ്പൺ സർക്യൂട്ടഡ് ആൻഡ് ദിസ് വാല്യൂ ഈസ് നോൺ ആസ് VTH, തെവെനിൻസ് വോൾട്ടേജ്. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം, വോൾട്ടേജ് അക്രോസ് R2 അതായിരിക്കും നമ്മുടെ ഈ വോൾട്ടേജ് അക്രോസ് R2 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ആ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ VTH എന്ന് പറയുന്നത്. സോ ദ വോൾട്ടേജ് സോഴ്സ് VC ഈസ് നമുക്ക് ഇവിടെ കാണാം, വോൾട്ടേജ് സോഴ്സ് VCC R1 R2 ദെൻ R2 അക്രോസ് ഉള്ള വോൾട്ടേജ് സോഴ്സ് ആണ് നമുക്ക് VTH. സോ VTH നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. VTH എന്ന് പറയുന്നത് VCC ഇൻറ്റു R2 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്.
സോ വി സി സി ഇൻറ്റു വോൾട്ടേജ് അക്രോസ് R2 ആണ് VTH. സോ വി സി സി ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇതായിരിക്കും നമ്മുടെ VTHൻ്റെയും വാല്യൂ. സോ നമുക്ക് VTHും കണ്ടുപിടിക്കാൻ പറ്റി, RTH നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ഈ VTHും RTHും നമുക്കറിയാമെങ്കിൽ ദെൻ നമുക്ക് ഈ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ടിൽ ആ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ ആ ഇക്വലൻറ്റ് സർക്യൂട്ടിലേക്ക് വരുവാണ്. ഇക്വലൻറ്റ് സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് സൈഡ് അതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അത് അനലൈസ് ചെയ്ത് നമ്മൾ ബേസ് കറണ്ടാണ് ആദ്യം ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇൻപുട്ട് സൈഡ് ഞാൻ ഈ ഒരു ഇൻപുട്ട് സൈഡ് വീണ്ടും ഒന്ന് റീഡ്രോ ചെയ്യുവാണ് ഈ ഒരു സെക്ഷൻ. സോ അഗെയിൻ ഇൻപുട്ട് സൈഡ് നമ്മളൊന്നുകൂടെ റീഡ്രോ ചെയ്യുവാണെങ്കിൽ ദെയർ ഈസ് VTH ഉണ്ട്, RTH ഉണ്ട്. ഈ ഫിഗറാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് VTH, then RTH, then it is connected to the load value. ഫുൾ വരയ്ക്കുന്നില്ല, നമ്മൾ ഇൻപുട്ട് സൈഡ് അനലൈസ് ചെയ്യുന്നതുകൊണ്ട് ഫുൾ വാല്യൂ വരയ്ക്കുന്നില്ല. ആൻഡ് ദിസ് ഈസ് ദ RE. കറണ്ട് ഫ്ലോയിങ് ത്രൂ RE ഈസ് IE. നമ്മളിവിടെ RC IC അതൊന്നും മാർക്ക് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ഇൻപുട്ട് സൈഡാണ് അനലൈസ് ചെയ്യുന്നത്. ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് നമുക്കറിയാം VB ആണ്, പ്ലസ് ഓർ മൈനസ് VBE. IB എന്ന് പറയുന്ന കറണ്ട് ഫ്ലോയിങ് ടുവേർഡ്സ് ബേസ് ആണ്. സോ ദിസ് ഈസ് IB. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇത് മൈനസ് ടെർമിനൽ ആൻഡ് ദിസ് ഈസ് ദ പ്ലസ് ടെർമിനൽ VTH. സോ ഇവിടെ നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ ഈ ഇൻപുട്ട് സൈഡിൽ നമ്മൾ VTHും RTHും എല്ലാം അനലൈസ് ചെയ്തു. ഇവിടെ നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ ഇൻപുട്ട് സൈഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടും. VTH മൈനസ് പ്ലസ് മീൻസ് പ്ലസ് VTH. കറണ്ട് ഫ്ലോ ഇങ്ങോട്ടാണ്. വി ക്യാൻ സി മൈനസ് പ്ലസ് കറണ്ട് ഫ്ലോ ഇങ്ങോട്ടാണ്. സോ ദിസ് സൈഡ് വിൽ ബി പ്ലസ് ആൻഡ് ദിസ് സൈഡ് വിൽ ബി മൈനസ്. സോ വോൾട്ടേജ് ഡ്രോപ്പ് എടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആയിരിക്കും. ദാറ്റ് ഈസ് മൈനസ് IB ഇൻറ്റു RTH. അഗെയിൻ പ്ലസ് മൈനസ് മീൻസ് മൈനസ് VBE. ദെൻ ഇവിടെ നമുക്കറിയാം കറണ്ട് I എന്ന് പറയുന്നത് ഫ്ലോയിങ് ഡയറക്ഷൻ, ഈ ഒരു ആരോയ്ക്ക് ഡയറക്ഷനിലായിരിക്കും I ഫ്ലോ ചെയ്യുന്നത്. സോ I ഇങ്ങോട്ടായതുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെ മൈനസ് ആയിരിക്കും. ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് I ഇൻറ്റു RE ആണ്. സോ മൈനസ് I ഇൻറ്റു RE ഈക്വൽ ടു 0. സോ നമ്മുടെ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് ഐയുടെ വാല്യൂ അറിയാം. I എന്ന് പറയുന്നത് IB പ്ലസ് IC ആണ്. സോ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. VTH മൈനസ് IB ഇൻറ്റു RTH മൈനസ് VBE മൈനസ് I is equal to IB plus IC into RE equal to 0. ഓൾസോ ഞാനിവിടെ IBക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. സോ ഈ ICക്ക് പകരം ബീറ്റ IB എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കാരണം കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. സോ IC എന്ന് പറയുന്നത് ബീറ്റ ടൈംസ് IB ആണ് ഇൻറ്റു RE ഈക്വൽ ടു 0. സോ നമുക്ക് ഇങ്ങനെ ICക്ക് പകരം ബീറ്റ IB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും. ദിസ് ഇസ് ബീറ്റ IB ഇൻറ്റു RE ഈക്വൽ ടു 0. സോ ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ IB ടേംസ് ഓപ്പൺ ആക്കുക, കോമൺ ആക്കി വെക്കുക. സോ VTH മൈനസ് VBE ഈക്വൽ ടു, ഇവിടെ നമുക്ക് IB കോമൺ എടുക്കാം, മൈനസ് IB ഈ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പം IB ഇൻറ്റു ഇവിടെ ഒരു RTH ഉണ്ട് പ്ലസ് ഇവിടുന്ന് IBയുടെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബീറ്റ പ്ലസ് 1 ആണ്. സോ ബീറ്റ പ്ലസ് 1 RE. So IB
ഇൻറ്റു ആർ ടി എച്ച് പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ. സോ ഇവിടുന്ന് നമുക്ക് ഐ ബിയുടെ ഒരു എക്സ്പ്രഷൻ ബീറ്റയുടെ ടേംസ് കിട്ടും. കാരണം ഐ ബിയും ഐ സിയും തമ്മിലൊരു കണ്ടീഷൻ, ഒരു ഐ സിയുടെ ഒരു ബീറ്റ ആയിട്ടുള്ളൊരു കണ്ടീഷൻ പറയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഐ ബി ഈസ് ഈക്വൽ ടു വി ടി എച്ച് മൈനസ് വി ബി ബൈ ആർ ടി എച്ച് പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ. സോ ഐ ബിക്ക് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഇവിടുന്ന് ഐ സി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുവാണെങ്കിൽ ഐ സി എന്ന് പറയുന്നത് ബീറ്റ ടൈംസ് ഐ ബി ആണ്. ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് ഐ ബി ആണ്. സോ ഞാൻ ബീറ്റ വാല്യൂ ഇൻറ്റു ഐ ബി ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ വി ടി എച്ച് മൈനസ് വി ബി ബൈ ആർ ടി എച്ച് പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ. ഇങ്ങനൊരു എക്സ്പ്രഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടും ഐ സിക്ക്. സപ്പോസ് ഇവിടെ ഒരു കണ്ടീഷൻ പറയുവാണ്, ഇഫ് ആർ ടി എച്ച് തെവെനിൻസ് ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ഈസ് വെരി മച്ച് ലെസ് ദാൻ, എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ വാല്യൂ ആണ് ആർ ടി എച്ച് എന്ന് പറയുന്നത് അറിയാം, R1 പാരൽ R2 ആണ്. ആ R1 പാരൽ R2 വാല്യൂ ഈ ബീറ്റ പ്ലസ് 1 ആർ ഇയെക്കാട്ടിൽ വളരെ കുറവാണെങ്കിൽ, ദാറ്റ് ഈസ് ആർ ടി എച്ച് വെരി മച്ച് ലെസ് ദാൻ ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ. സോ നമുക്ക് ഈ ഒരു ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആർ ടി എച്ച് വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ആർ ടി എച്ച് നെഗ്ലക്റ്റ് ചെയ്യാം. ആർ ടി എച്ച് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്താൽ ബീറ്റ പ്ലസ് 1ഉം ബീറ്റയും കമ്പയർ ചെയ്യുമ്പം ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. സോ ഈ ബീറ്റ ആൻഡ് ബീറ്റ പ്ലസ് 1 നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ആർ ടി എച്ച് വളരെ നെഗ്ലിജിബിൾ ആണ്. സോ ആർ ടി എച്ച് നമ്മൾ നെഗ്ലിജിബിൾ ആണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനകത്തു നിന്ന് നമുക്ക് ആർ ടി എച്ച് റിമൂവ് ചെയ്യാം. ആർ ടി എച്ച് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള എക്സ്പ്രഷൻ ബീറ്റ ബൈ ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ എന്നാണ്. ഈ ബീറ്റയും ബീറ്റ പ്ലസ് 1 നമുക്ക് കട്ട് ചെയ്യാം, കാരണം ബീറ്റയും ബീറ്റ പ്ലസ് 1 അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. സോ നമ്മുടെ എക്സ്പ്രഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ബീറ്റയും ബീറ്റ പ്ലസ് 1 നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ദാറ്റ് ഈസ് ഐ സി വിൽ ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ്. സോ നമുക്ക് ഇവിടുന്ന് ഒരു എക്സ്പ്രഷൻ കിട്ടും, ദാറ്റ് ഈസ് ഐ സി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, ഐ സി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ. കാരണം ഈ ബീറ്റ എന്ന് പറയുന്ന പാരാമീറ്റർ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്, വെരി സെൻസിറ്റീവ് പാരാമീറ്റർ ആണ്. സോ നമുക്ക് അവിടെ തെർമൽ റണ്ണവേ അതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനൊരു വോൾട്ടേജ് ബയാസിങ് സർക്യൂട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഈ ആർ ടി എച്ചിൻ്റെ വാല്യൂ നമ്മൾ ആ രീതിയിൽ ചൂസ് ചെയ്യുവാണെങ്കിൽ, ഇഫ് ആർ ടി എച്ച് ഈസ് വെരി സ്മോൾ then we can neglect RTH and we can cancel the beta terms. So IC will be independent of beta. So this is an advantage of voltage divider biasing circuit. So നമ്മളിവിടെ ഐ ബിക്ക് ഒരു എക്സ്പ്രഷൻ ബീറ്റയുടെ ടേംസിലുള്ള എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ബീറ്റ കൂടാതെ ഒരു എക്സ്പ്രഷൻ കൂടെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്, അത് സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിറൈവ് ചെയ്യുമ്പോൾ പറയാം. സോ ഇതാണ് ബീറ്റയുടെ ടേംസിലുള്ള ഐ ബിയുടെ എക്സ്പ്രഷൻ. ഇവിടെ നമ്മൾ വി ബി കൺസിഡർ ചെയ്തിട്ടുണ്ട് 0.7 അല്ലെങ്കിൽ 0.6 സിലിക്കൺ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ. സോ വി ബി നെഗ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ വി ബിയുടെ വാല്യൂ 0 കൊടുക്കുക. സോ നമ്മൾ ഇൻപുട്ട് സൈഡ് അനലൈസ് ചെയ്ത് നമ്മൾ ബേസ് കറണ്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. കറസ്പോണ്ടിങ് കളക്ടർ കറണ്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് സൈഡാണ് അനലൈസ് ചെയ്യാനുള്ളത്. നമ്മൾ ഔട്ട്പുട്ട് സൈഡിലേക്ക് പോവുകയാണ്. ഔട്ട്പുട്ട് സൈഡ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് സൈഡ്. ഈ ഒരു ഔട്ട്പുട്ട് സൈഡ് നോക്കുവാണെങ്കിൽ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് സെക്ഷൻ. സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് സെക്ഷൻ. ഇവിടെ നമുക്ക് കാണാം വി സി സി കറണ്ട് ഫ്ലോയിങ്, ഐ ബി ഇങ്ങോട്ടാണ്, ഐ ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, ഐ സി ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, ഐ ലീവിങ്, ഐ ബി ആൻഡ് ഐ സി ഈസ് എൻറ്ററിങ്. സോ ഇവിടെ നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് മാർക്ക് ചെയ്യുവാണെങ്കിൽ പ്ലസ് മൈനസ് ആണ്. വി സി സിയുടെ ഡയറക്ഷൻ നമുക്കറിയാം പ്ലസ് മൈനസ്. സോ മൈനസ് പ്ലസ് ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. സോ നമ്മൾ ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ ദറ്റ് ഈസ് മൈനസ് പ്ലസ് കണക്ഷൻ അങ്ങനെയാണ് വരുന്നത്. സോ വി സി സി മൈനസ്, കാരണം വി സി സി നമുക്കിങ്ങനെ വരയ്ക്കാം,
വി സി സി നമുക്ക് ഇങ്ങനെ റീഡ്രോ ചെയ്യാം. സോ ദിസ് ഈസ് വി സി സി. മൈനസ് പ്ലസ് മീൻസ് പ്ലസ് വി സി സി. ദെൻ ഡ്രോപ്പ് നോക്കുവാണെങ്കിൽ പ്ലസ് മൈനസ് ആണ്, ദാറ്റ് ഈസ് മൈനസ് ഐ സി ആർ സി. ദെൻ ഇവിടെ വരുമ്പോൾ വി സി ഉണ്ട്, പ്ലസ് മൈനസ്, ദാറ്റ് ഈസ് മൈനസ് വി സി ഇ. ദെൻ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആണ്, കറണ്ട് ഡയറക്ഷൻ വെച്ചിട്ടാണ് പ്ലസ് മൈനസും പറയുന്നത്. സോ പ്ലസ് ടു മൈനസ്, ദാറ്റ് ഈസ് മൈനസ് ഐ ആർ ഇ ഈക്വൽ ടു 0. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ. സോ ഔട്ട്പുട്ട് സൈഡ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. സോ ഞാൻ അതൊന്നുകൂടെ എഴുതാം. സോ ഔട്ട്പുട്ട് സൈഡ്, on analyzing the output side we will get VCC minus ICRC minus VCE minus IERE equal to 0. ഇതിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് ഇക്വേഷൻ, ഓപ്പറേറ്റിംഗ് പോയിൻറ്റിന് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് ഇക്വേഷൻ നമുക്ക് ഫിക്സ് ചെയ്യാം. വി സി ഈസ് ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി മൈനസ് ഐ ഇ ആർ ഇ. That is VCC minus ICRC minus IE can be written as IB plus IC into RE. So output equation നമുക്ക് VCE ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ കിട്ടും. സോ ഈ രീതിയിലാണ് നമ്മൾ IBയും VCയും ഒക്കെ അനലൈസ് ചെയ്യുന്നത്, IC ഒക്കെ അനലൈസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇനി ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റെബിലിറ്റി ഫാക്ടർ, സോ നമ്മൾ പ്രീവിയസ് ബയാസിങ് കോൺഫിഗറേഷൻ്റെയൊക്കെ സ്റ്റെബിലിറ്റി ഫാക്ടർ ഡെറൈവ് ചെയ്യാൻ നമ്മൾ ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ ഐ ബി പ്ലസ് 1 പ്ലസ് ബീറ്റ ഐ സി ഒ. ഈ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇവിടെയും അതുതന്നെയാണ്. ലീക്കേജ് കറണ്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ടോട്ടൽ കളക്ടർ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഇവിടെ നമ്മൾ ഐ ബിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തു. പക്ഷേ ആ ഡിറൈവ് ചെയ്ത എക്സ്പ്രഷൻ നമ്മൾ ബീറ്റയുടെ ടേംസിലാണ് ഡിറൈവ് ചെയ്തത്. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ് ആ ഒരു ഡെറിവേഷൻ ചെയ്തത്. ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ. അപ്പോൾ ഞാൻ ഈ എഴുതിയേക്കുന്ന ഈ ഒരു ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എഴുതുവാണ്. ഇൻപുട്ട് സൈഡ് ലൂപ്പ് ഇക്വേഷൻ എഴുതുന്ന ഇക്വേഷനാണ് വി ടി എച്ച് മൈനസ് ഐ ബി ആർ ടി എച്ച് മൈനസ് വി ബി ഇ മൈനസ് ഐ ഇ ആർ ഇ ഈക്വൽ ടു 0. ആ ഇക്വേഷൻ ഒന്നും കൂടെ എഴുതുവാണ്. സോ ഐ ബി, സോ ഈ എക്സ്പ്രഷൻ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഐ ബിയുടെ എക്സ്പ്രഷൻ ഒന്നുകൂടെ എഴുതാം. ഐ ബി കണ്ടുപിടിക്കാനുള്ള നമ്മൾ യൂസ് ചെയ്ത ഇൻപുട്ട് സൈഡിലുള്ള ഇക്വേഷൻ, ദാറ്റ് ഈസ് വി ടി എച്ച് മൈനസ് ഐ ബി ആർ ടി എച്ച് മൈനസ് വി ബി ഇ minus IERE equal to 0. Minus VBE minus IERE equal to 0. നമ്മൾ നേരത്തെ ചെയ്ത രണ്ട് സർക്യൂട്ട്സിലും ബയാസിങ് സർക്യൂട്ട്സിലും നമ്മൾ VB നെഗ്ലക്റ്റ് ചെയ്താണ് ചെയ്തത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യാം. നെഗ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ എക്സ്പ്രഷൻ എഴുതാം. സോ ഞാൻ ഇവിടെയും നെഗ്ലക്റ്റ് ചെയ്യുവാണ്. VB നെഗ്ലക്റ്റ് ചെയ്തു. സോ മൈനസ് IERE equal to 0. Again, IE can be written as IB plus IC. So, IE can be written as IB plus IC equal to 0. So, ഇതിൽ നിന്ന് നമുക്ക് IBയുടെ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. That is VTH minus IB RTH minus IB RE minus IC RE equal to 0. So IB നമുക്ക് കോമൺ എടുത്തു കഴിഞ്ഞാൽ IB കോമൺ എടുത്തിട്ട് VTH മൈനസ് ആ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ VTH മൈനസ് IC RE ബൈ IB കോമൺ എടുത്തു കഴിഞ്ഞാൽ RTH പ്ലസ് RE ഇങ്ങനൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഐ ബിയുടെ ഈ ഒരു എക്സ്പ്രഷൻ
ഐ ബിയുടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ബീറ്റയിലാണെന്നുള്ളത് രണ്ടും സെയിം ആണ്, പക്ഷേ അത് ബീറ്റയിൽ എക്സ്പ്രസ് ചെയ്തേ ഉള്ളൂ. സോ ഈ ഒരു ഐ ബി റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിറൈവ് ചെയ്യുന്നത്. സോ വീണ്ടും നമ്മൾ ഐ സിയുടെ ഇക്വേഷൻ എഴുതുവാണ്. ഐ സി ഈസ് ഈക്വൽ ടു ടോട്ടൽ കളക്ടർ കറണ്ട് ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ ഐ ബി പ്ലസ് 1 പ്ലസ് ബീറ്റ ഐ സി ഒ. So this is equal to beta into IB can be written as VTH minus ICRE by RTH plus RE plus 1 plus beta into ICO. നമുക്ക് നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടും. Then ഇത് ഓപ്പൺ ചെയ്യുക. ദിസ് ഈസ് ഈക്വൽ ടു ബീറ്റ വി ടി എച്ച് ബൈ ആർ ടി എച്ച് പ്ലസ് ആർ ഇ മൈനസ് ബീറ്റ ആർ ഇ ഇൻറ്റു ഐ സി ബൈ ആർ ടി എച്ച് പ്ലസ് ആർ ഇ പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ഐ സി ഒ. ഐ സിയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടും. ദെൻ ഇവിടെ ഒരു ഐ സി ടേം, ഇവിടെ ഒരു ഐ സി ടേം രണ്ടും കൂടെ കോമൺ ചെയ്യുക. സോ ഐ സി 1 പ്ലസ് ഈ വാല്യൂ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ അതൊരു പ്ലസ് ടേം ആയിട്ട് മാറും. ദാറ്റ് ഈസ് ബീറ്റ ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ടി എച്ച് പ്ലസ് ആർ ഇ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ബീറ്റ വി ടി എച്ച് ബൈ ആർ ടി എച്ച് പ്ലസ് ആർ ഇ പ്ലസ് 1 പ്ലസ് ബീറ്റ ICO. Then നമുക്ക് ഐ സി കിട്ടി. ഐ സി ഇവിടുന്ന് എക്സ്പ്രസ് ചെയ്യാം. ഐ സി is equal to ബീറ്റ വി ടി എച്ച് ബൈ ആർ ടി എച്ച് പ്ലസ് ആർ ഇ പ്ലസ് 1 പ്ലസ് ബീറ്റ ഐ സി ഒ the whole divided by this value, the whole divided by 1 plus beta RE by RTH plus RE. Then for stability factor we have to determine dou IC by dou ICO. With respect to ICO we are differentiating this collector current equation. So നമ്മുടെ ഫസ്റ്റ് ടേം ഇതാണ്. സോ ഇതിൽ നമുക്ക് ഐ സി ഒ ടേം ഒന്നും ഇല്ല. സോ ഫസ്റ്റ് ടേം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് 0 ആയിട്ട് തന്നെ വരും. ഫസ്റ്റ് ടേം ഈസ് ദിസ് വാല്യൂ ഡിവൈഡഡ് ബൈ ദിസ് വാല്യൂ. സോ ഇവിടെ ഐ സി ഒ ടേം ഇല്ല. സോ ദ വാല്യൂ വിൽ കോൺസ്റ്റൻറ്റ്. സോ ഇറ്റ് വിൽ ബി 0. വിത്ത് റെസ്പെക്ട് ടു ഐ സി ഒ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം 0 ആയി പോവും. പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ ആർ ഇ ബൈ ആർ ടി എച്ച് പ്ലസ് ആർ ഇ ദ ഹോൾ ഇൻറ്റു ഐ സി ഒ. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐ സി വിത്ത് റെസ്പെക്ട് ടു ഐ സി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് 1 ആയി പോകും. ബാക്കി ഈ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അവിടെ കാണും. ദാറ്റ് ഈസ് 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ടി എച്ച് പ്ലസ് ആർ ഇ. ഇങ്ങനൊരു എക്സ്പ്രഷനായിട്ട് നമുക്ക് കിട്ടും. ഇതിനെ നമുക്ക് ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് 1 പ്ലസ് ബീറ്റ മൾട്ടിപ്ലൈഡ് വിത്ത് ഇവിടെ നമ്മൾ എൽ സി എം എടുത്തിട്ട് ഈ ഒരു ടേം ന്യൂമറേറ്ററിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ആർ ടി എച്ച് പ്ലസ് ആർ ഇ ഹോൾ ഡിവൈഡഡ് ബൈ എൽ സി എം എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ വാല്യൂ ആർ ടി എച്ച് പ്ലസ് ആർ ഇ പ്ലസ് ബീറ്റ ആർ ഇ. സോ ഇതിനെ ഒന്നും കൂടെ ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. 1 പ്ലസ് ബീറ്റ ഇൻറ്റു ആർ ടി എച്ച് plus RE the whole divided by RTH plus 1 plus beta RE. So this is the expression for stability factor. Here we neglected the value of VBE. VBE ഇവിടെ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ VBE neglected. കാരണം നമ്മളെല്ലാ സ്റ്റെബിലിറ്റി ഫാക്ടർ ഇക്വേഷനകത്തും VBE നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്. സെയിം ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നു. സോ സ്റ്റെബിലിറ്റി ഫാക്ടർ നമുക്ക് ഇവിടുന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ദിസ് സ്റ്റെബിലിറ്റി ഫാക്ടർ ഇക്വേഷൻ ഷോസ് ദാറ്റ് വി ഹാവ് ആൻ ഇംപ്രൂവ്ഡ് സ്റ്റെബിലിറ്റി ഫാക്ടർ compared to the other biasing configuration.
സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസും അതൊക്കെ തന്നെയാണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഫാക്ടർ ഇംപ്രൂവ്ഡ്, സ്റ്റെബിലിറ്റി ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ്, ദെൻ തെർമലി സ്റ്റേബിൾ ആണ്, then also we have proved that IC is independent of beta, independent of beta. IC is independent of beta. Also it is this biasing prevents thermal runaway. So idokke thermal runaway. So ആ ടെമ്പറേച്ചർ റൈസ് കാരണം ഉണ്ടാകുന്ന, സോ അതിന് നമ്മൾ തെർമലി സ്റ്റേബിൾ എന്ന് പറയുന്ന പ്രിവെൻസ്, ഇറ്റ് ഈസ് തെർമലി സ്റ്റേബിൾ ആൻഡ് ഇറ്റ് ഓൾസോ പ്രിവെൻസ് തെർമൽ റൺ അവേ. ദെൻ ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഗെറ്റ്സ് ഷണ്ടഡ് ബൈ ദ പാരലൽ കോമ്പിനേഷൻ ഓഫ് R1 ആൻഡ് R2. ആ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റേഴ്സ് ആണ് അത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് തന്നെയാണ് ഇവിടുത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സോ അഡ്വാൻറ്റേജസ് ഈ പറഞ്ഞതാണ്, ഡിസഡ്വാൻറ്റേജ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് തന്നെയാണ് ഡിസഡ്വാൻറ്റേജ്. ഇത്രയുമാണ് നമുക്ക് ബയാസിങ് സർക്യൂട്ട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ലെക്ചറിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ബയാസിങ് സർക്യൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ മീൻസ് 2015 സ്കീമിൽ, കാരണം 2015 സ്കീം 2019 സ്കീമിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. സോ 15 സ്കീമിൽ ചോദിച്ചിട്ടുള്ള ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.